ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ റേഷ്യോ എന്നുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്താലോ? എന്താണ് റേഷ്യോ? അംശബന്ധം അല്ലേ? ഒന്നിലധികം ക്വാണ്ടിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റേഷ്യോ അഥവാ അംശബന്ധം. ഒന്നിലധികം അളവുകളെ താരതമ്യപ്പെടുത്തുന്നതിനെയാണ് അംശബന്ധം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം യൂണിറ്റ് ആവണം. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും ആണെങ്കിൽ 2 സെൻറ്റിമീറ്ററിലാവണം. ഓക്കെ, സെയിം യൂണിറ്റ് ആവൽ നിർബന്ധമാണ് കേട്ടോ മക്കൾസ്. ഇനി അടുത്തത്, നമ്മൾ റേഷ്യോനെ 3 തരത്തിൽ എഴുതാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 2 ഓറഞ്ചും അതുപോലെ 3 ആപ്പിളും ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ റേഷ്യോ 2:3. ഓക്കെ, അവിടെ ഓറഞ്ചും ആപ്പിളും തമ്മിലുള്ള റേഷ്യോ ആയതുകൊണ്ടാണ് നമ്മൾ 2:3 എന്ന് എഴുതുന്നത്. ആ സ്ഥാനത്ത് ആപ്പിളും ഓറഞ്ചും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ നമ്മൾ 3:2 എന്ന് എഴുതണം. ഓക്കെ, റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി റേഷ്യോനെ സിമ്പിളസ്റ്റ് ഫോമിലേക്ക് എങ്ങനെയാക്കുന്നത് നോക്കാം അല്ലേ? ഇവിടെ ഒരു ക്ലാസ്സിൽ 15 ബോയ്സും 20 ഗേൾസും ഉണ്ടെങ്കിൽ അവരുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ മക്കൾസേ? ഇവരുടെ 2 പേരുടെയും 15-20 കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവർ 2 പേരുടെയും കോമൺ മൾട്ടിപ്പിൾ ആരാ? 5 അല്ലേ? അപ്പോൾ 2 പേരെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3:4 എന്ന് കിട്ടും. അപ്പോൾ അവിടെ എന്ത് കിട്ടി? നമ്മുടെ റേഷ്യോ കിട്ടി. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ കിട്ടിയാലും റേഷ്യോ ആയി തന്നാൽ അവരുടെ കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മളവിടെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഫ്രാക്ഷൻസ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3/5ഉം അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2/3 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റേഷ്യോ ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. എങ്ങനെ നോക്കിയാലോ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3/5 ആൻഡ് 2/3 ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് 3 × 3 അതുപോലെ 5 × 2. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ 3 × 3 5 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9:10 എന്ന് കിട്ടും. ഓക്കെ, 9:10. 9ഉം 10ഉം കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ റേഷ്യോ 9:10 ആണ്. ഓക്കെ, ഏത് ഫ്രാക്ഷൻ കിട്ടിയാലും എന്ത് ചെയ്യുക? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? 1/2ഉം അതുപോലെ 3/4ഉം തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ക്രോസ് ചെയ്യും. അപ്പോൾ എന്താണ്? 1 × 4 4, 2 × 3 6. അപ്പോൾ 4:6 എന്ന് കിട്ടും. കോമൺ മൾട്ടിപ്പിൾ ഉള്ളത് കൊണ്ട് അവരെ 2 പേര് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? 2:3 എന്ന് കിട്ടൂലേ? അവിടെ റേഷ്യോ നമുക്ക് 2:3 എന്ന് കിട്ടും. ഓക്കെ, സെറ്റല്ലേ മക്കൾസേ? ഇനി അടുത്തത് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കിയാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് ന്യൂസിൻ്റെ മക്കൾ മറന്നു പോയിട്ടില്ലല്ലോ. എന്ത് ചെയ്താൽ മതി? ഒരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയത്? 3/1/2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴോട്ട് മൾട്ടിപ്ലൈ മുകളിലോട്ട് പ്ലസ് അല്ലേ? അപ്പോൾ 3 × 2 + 1 എത്രയാണ്? 7/2. 3/1/2നെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് ഇംപ്രോപ്പറിൽ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/2 എന്ന് കിട്ടും. ഓക്കെ, ഈ 7/2 കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് 7/2 3 ആണ്. 7/2 3. ഇവിടെ 2 1/4 ആകുമ്പോൾ എന്താണ്? 2 × 4 or 8. 8 + 1 9. 9/4 ആണ്. ഓക്കെ, അവരെന്ത് ചെയ്യുക? 2 പേരെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഡിനോമിനേറ്റർ നമുക്കിവിടെ ക്യാൻസൽ ചെയ്താൽ മതി. അങ്ങനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് 3ൻ്റെ താഴെ /1 ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. പിന്നെ റേഷ്യോൻ്റെ കേസിൽ അതുപോലെ തന്നെ ഫ്രാക്ഷൻ്റെ കേസിൽ അംശബന്ധം ഫ്രാക്ഷൻ ദശാംശ സംഖ്യകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? ദശാംശ സംഖ്യകളുടെ കാര്യത്തിൽ നമ്മൾ റേഷ്യോ കാണുമ്പോൾ എങ്ങനെയാണ് മക്കൾസേ? ദശാംശ സംഖ്യകൾ അല്ലേ? ദശാംശ സംഖ്യകൾ എന്താണ്? പോയിൻ്റുള്ള ഡെസിമൽ നമ്പേഴ്സിൻ്റെ
റേഷ്യോ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കിയേ 2.4 ആൻഡ് 1.44. ഇവിടെ ഏറ്റവും കൂടുതൽ ഡെസിമലിന് ശേഷം നമ്പർ ഉള്ളത് 1.44 2 നമ്പർ അല്ലേ, അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത്ര സീറോ ഉള്ള മൾട്ടിപ്പിൾ ഉണ്ട്, സീറോ ഉള്ള 10ൻ്റെ പവറുണ്ട്. ഇവിടെ 2.4 എന്താണ് 1.44 ആണ്. അപ്പോൾ ഈ രണ്ട് സീറോ ഉള്ള 10ൻ്റെ പവർ ഏതാ 100 കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2.4 × 100 എന്ത് വരും നമുക്ക് 1.44 × 100. ഓക്കെ, 1.44 × 100. അപ്പോൾ എന്ത് വരും അവിടെ ആൻസർ എന്ത് വരും? 2.4നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 240 എന്നും കിട്ടും. അതുപോലെ എന്താണ് 144 എന്നും കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? അവിടെ നമുക്ക് നാച്ചുറൽ നമ്പറായി. നമ്മൾ കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് നമുക്ക് ചെറുതാക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കുക? റേഷ്യോ കണ്ടുപിടിക്കുക. ഡെസിമലിൻ്റെ കേസിൽ എന്ത് ചെയ്താൽ മതി മക്കൾസേ? ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഡെസിമലിന് ശേഷമുള്ള നമ്പർ സെലക്ട് ചെയ്യുക. അത്ര സീറോ ഉള്ള നമ്പർ കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എന്നിട്ട് അതിനൊരു നാച്ചുറൽ നമ്പർ ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്യുക.